ഇടിക്കാൻ പഠിപ്പിച്ച ആളാണ് ദേ ഇവിടെ ഇരിക്കുന്ന ജോഷി സാർ. ജോജു എന്നൊരു ആർട്ടിസ്റ്റിനെ കാട്ടി അതിൽ ഭയങ്കര ഒരു എനർജി തരുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ആ വരവ് വരുമ്പോഴേ ഇങ്ങനെ അറിയാം, ഇങ്ങനെ വരും. അപ്പോഴേ നമ്മുടെ ആ എനർജി കൊണ്ടാണ് വരുന്നത് സെറ്റിൽ. പക്ഷേ ജോജുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു നടൻ അഭിനയിക്കുന്ന ആ കഥാപാത്രം ആയി വളർന്നാമെന്ന് കാണുമ്പോഴുള്ള ഒരു സന്തോഷം. നമ്മൾ കുറേ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരാളായിരുന്നു ജോജു ചേട്ടനും അർജുൻ ചേട്ടനും. അപ്പോൾ പിന്നെ ഷാജി സാറിൻ്റെ പടവും കൂടെ ആയിരുന്നപ്പോൾ വളരെ സന്തോഷമായിരുന്നു ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ. ഇടിയൊക്കെ ഇടിച്ചിട്ടുണ്ട്, പറ്റാവുന്നത്ര ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെ പോലെയും ഞാനും ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ എപ്പോഴും ജോജുവിനോട് പറയും, ചേട്ടാ കുറച്ച് ഇമോഷൻസ് ഉള്ള കഥകൾ ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതലും കുറച്ചുകൂടെ ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമകൾ ജോജുചേട്ടൻ ചെയ്യണം. കാര്യം ജനങ്ങൾക്ക് നിങ്ങളുടെ ആക്ഷൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സാർ എന്നെ ഈ വരവ് എന്ന സിനിമയിൽ എന്നെ സാർ നേരിട്ടാണ് എന്നെ വിളിച്ചത്. നരസിംഹമൊക്കെ ഇറങ്ങിയിട്ട് അച്ഛൻ്റെ കാലിൽ 3-4 നഖം വെട്ടിത്തരാന്നൊക്കെ പറഞ്ഞ ഡയലോഗൊക്കെ, ആ ഫുൾ ഡയലോഗ് എനിക്ക് അറിയായിരുന്നു. എൻ്റെ മറ്റുള്ള സിനിമകൾ പോലെ തന്നെ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ആ കടുവയിലെ വേഷം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ഒരു വരവാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ ഷാജി സാറിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, ഒരു ഫ്രെയിമിൽ വരാൻ കൊതിച്ചിട്ടുള്ള ഒരാളാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കിൻഡൽ ഇടി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാനും കുറച്ച് കിൻഡൽ ഇടി എൻ്റെ കൺമുന്നി വെച്ച് കിടന്നു, ഇടിക്കാൻ പറ്റിയില്ല അല്ലേ. പൊതുവെ പറയുന്നത് ഈ ഡയറക്ടേഴ്സിനൊക്കെ ഒരു സിനിമയുടെ ചെറിയൊരു ഗ്ലിംസ് കാണുമ്പോൾ തന്നെ ആ ചിത്രത്തിൻ്റെ എസെൻസ് മനസ്സിലാവുമെന്നാണ്. ഇപ്പം വരവെന്ന സിനിമയിലെ ട്രെയിലർ നമ്മൾ കണ്ടു, പാട്ട് നമ്മൾ കണ്ടു. എന്താണ് ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനായിട്ടുള്ളത്? ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഷാജി, സാജൻ. തീർച്ചയായിട്ടും അവരൊന്നിക്കുന്ന സിനിമ ഗംഭീരമാകും എന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല. അതുപോലെ ആ സിനിമയ്ക്ക് മുതൽ മുടക്കിയിട്ടുള്ള ശ്രീ റെജി, എല്ലാവർക്കും ആശംസകൾ. സിനിമ ഗംഭീരമാവട്ടെ. കിൻഡൽ ഇടി എന്നുള്ളത് ടൺ ഇടിയായി മാറട്ടെ എന്ന് പറയുന്നു. കുറച്ച് ഫൈറ്റ്സൊക്കെ ഉള്ള ഒരു ചിത്രത്തിൽ ഒരു മെലഡി കിട്ടാൻ പ്രയാസമാണ്. ഇത് ഈ വർഷം കിട്ടിയ ഒരു ബ്യൂട്ടിഫുൾ മെലഡിയായിട്ട് ഞാനിതിനെ കണക്കാക്കുന്നു. ഷാജിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനും പിന്നെ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് സാജനും എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. ട്രെയിലറിൽ നമ്മൾ സാനിയുടെ സീൻസ് കണ്ടു, അതേപോലെ പാട്ടിലാണെങ്കിലും അർജുൻ അശോകനായിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. സോ സാനിയ, വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് ദിസ് മൂവി? ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആക്ച്വലി നമ്മൾ കുറേ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരാളായിരുന്നു ജോജു ചേട്ടനും അർജുൻ ചേട്ടനും. അപ്പോൾ പിന്നെ ഷാജി സാറിൻ്റെ പടവും കൂടെ ആയിരുന്നപ്പോൾ വളരെ സന്തോഷമായിരുന്നു ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ. വരവിൽ വളരെ ഒരു ചെറിയൊരു റോളാണ് ചെയ്തിരിക്കുന്നത്, നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളും കൂടെയാണ്. അത് കിട്ടുന്നതിന് ഷാജി സാറിനോട് ഒരുപാട് നന്ദി. സോ പൊതുവേ സാനിയ എങ്ങനെയാണ് ആക്ഷൻ സിനിമകളൊക്കെ കാണാറുണ്ടോ? ആക്ഷൻ റോൾ ചെയ്യണമെന്ന് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒരു ഫുൾ ഓൺ ആക്ഷൻ റോൾ? തീർച്ചയായിട്ടും ആക്ഷൻ സിനിമകൾ, ത്രില്ലർ സിനിമകളാണ് കൂടുതൽ ഇഷ്ടം. ആൻഡ് എനിക്ക് തോന്നുന്നു എല്ലാ നായകന്മാരെ പോലെയും എനിക്കും ആഗ്രഹമുണ്ട് ആക്ഷൻ സിനിമകൾ ചെയ്യണം എന്നുള്ളത്. തന്നെ ഇതിൽ ഞാൻ ആക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ യെസ്, ആക്ഷൻ സിനിമകൾ ഇഷ്ടമാണ്. ഫൈറ്റിൽ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അപകടം സിനിമയിൽ പറ്റിയിട്ടുണ്ട്. അത് സിനിമ റിലീസായിട്ട് പറയാം. പിന്നെ സ്ലോ മോഷൻ കിട്ടിയല്ലേ, അത് മതി. സ്ലോ മോഷൻ കിട്ടി, നല്ല സ്ലോ മോഷൻ ആയിരുന്നു. എനിക്ക് അത് സ്ലോ മോഷൻ തന്നെ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ല, നാച്ചുറൽ ആക്ടിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറകെ നോക്കി ആരോ. അയ്യോ, അങ്ങനെയല്ല. കാരണം ഞാൻ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഷാജി സാറിൻ്റെ വീട്ടിൽ, പണ്ട് ചാൻസ് ചോദിക്കലെന്ന് പറഞ്ഞാൽ വെള്ള പേപ്പറിൽ അഡ്രസ്സ് എഴുതുക, 3 സൈസ് ഫോട്ടോ, ഇങ്ങനെ 3 ഫോട്ടോ വെക്കണം, കൊണ്ടു കൊടുക്കണം. ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാറിൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തു, 2 പ്രാവശ്യം കൊടുത്തു. എപ്പോഴും അവിടെ ഒരു ചേച്ചി പുല്ല് നനയ്ക്കാൻ വേണ്ടിയിരിക്കും. ആയിക്കോട്ടോ. നമ്മളെല്ലാവരും ഇത്രയും നേരം ക്ഷമയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ജോജന
അങ്ങനെ ഞാൻ 3-4 പ്രാവശ്യം സാറിൻ്റെ വീട്ടിൽ ഇത് കൊണ്ടു കൊടുത്തു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, സാർ ഒരുപാട് തിരക്കുള്ള ഒരു മനുഷ്യനാണ്, ഇതൊന്നും സാർ കാണത്തത് പോലുമില്ല, ഇത് ചില സമയത്ത് ഞാനാണ് ഇത് എടുത്ത് കളയുന്നത്, എനിക്ക് ഒരുപാട് വിഷമമുണ്ട്, എൻ്റെ മോനെ ഒന്നീ സാറിനെ നേരിട്ട് കണ്ട് ചാൻസ് ചോദിക്കണം, ഇങ്ങനെ കൊടുത്തിട്ടൊന്നും കാര്യമില്ല, ചിലപ്പോൾ സാറ് നോക്കിയാലായി, ഇല്ലെങ്കില്ല, സാറിൻ്റെ തിരക്കറിയാലോ എന്ന്. പക്ഷേ ഇത് ഞാനൊരു ഇൻ്റർവ്യൂ പറഞ്ഞപ്പോൾ സാർ എന്നെ ഈ വരവ് എന്ന സിനിമയിൽ എന്നെ സാറ് നേരിട്ടാണ് എന്നെ വിളിച്ചത്. അതൊക്കെ ഒരു ഭാഗ്യമാണ്, സിനിമ തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ അസീസൊക്കെ ഞാനുമാണ് ഇതിനകത്ത് പെയറായിട്ട് അഭിനയിക്കുന്നത്. എനിക്കറിയാവുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശരവൺ സാർ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ലെജൻഡറി ആയിട്ടുള്ള ഒത്തിരി പേരുടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അതിനൊക്കെ അപ്പുറം ജോജു ചേട്ടൻ, ഞാൻ 2nd ക്ലാസ് യാത്രയിൽ ജോജു ചേട്ടൻ ഞാനും വേറായിട്ട് ചെയ്തതാണ്. പിന്നെ ആ ലൊക്കേഷനിലാണ് കാണുന്നത്. വിളിച്ചില്ലേലും സംസാരിച്ചില്ലേലും എപ്പോഴും എല്ലാവരോടും ഒരേപോലെ, ആർട്ടിസ്റ്റുകളോടെല്ലാം തന്നെ ഒരേപോലെ പെരുമാറുകയും ഒരേപോലെ തന്നെ കരുതലോടുകൂടി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ഈ ചിത്രത്തിലെ മനോഹരമായ ഫ്രെയിംസിന്റെ പിന്നിലെ വ്യക്തി ശരവണൻ സർ. സോ വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് ദിസ് മൂവി? ஷாஜி சாரோட ஒர்க் பண்ணும்போது ஒரு ரெஃப்ரெஷ் பட்டன் ப்ரெஸ் செய்கிற மாதிரி இருக்கும். ஸோ தேங்க்யூ சார், ஜோஜி சார், தேங்க்யூ ஸோ மச். Very good songs from MG sir, and Sam CS has done the very best recently. So all the best for this movie and the music part of it. South Indiaയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ജോജു ജോഷ്, the power packed performer, and here he is joining us on stage at the pre-release event of the movie വരവ്. അപ്പോൾ എനിക്കറിയാം ട്രെയിലർ കണ്ടു കഴിഞ്ഞ് നമ്മളെല്ലാവരും വളരെ വളരെ എക്സൈറ്റഡ് ആണ് ജോജു ചേട്ടനെ ഒരു ഫുൾ ഓൺ ആക്ഷൻ റോളിൽ കാണാനായിട്ട്. കാരണം ജോജു ചേട്ടൻ്റെ ഇടിയുടെ പഞ്ച്, ഇടിയുടെ പവർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവലാണ്. അപ്പം എന്താണ് ഈ ഒരു സിനിമയെ കുറിച്ച് ഞങ്ങളോട് പറയാനായിട്ടുള്ളത്? എന്നെ ഇടിക്കാൻ പഠിപ്പിച്ച ആളാണ് ഇത് ഇവിടെ ഇരിക്കുന്ന ജോഷ് സാർ. കാരണം ഞാൻ കളറൊക്കെ ചെയ്ത് നരച്ച മുടിയൊക്കെ ജോസഫൊക്കെ അഭിനയിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് പൊറിഞ്ചുവാക്കി. അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പോലും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ വേഷം എന്നെ വെച്ച് ചെയ്ത് എനിക്ക് ധൈര്യം തന്ന ജോഷ് സാറാണ്. അതിനുശേഷം ആന്റണി ചെയ്തു. ഇനി അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ ജോഷ് സാറിൻ്റെ സിനിമയിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഷായ് സാറിൻ്റെ ബാബാ കല്യാണി എന്നുള്ള സിനിമയിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു. അതിൽ ലാലേട്ടനെ ക്ലോസ് റേഞ്ചിൽ കണ്ടത് ആ പടത്തിൽ വെച്ചിട്ടാണ്. അതിനു മുമ്പ് വല്യേട്ടൻ എന്നുള്ള സിനിമയുടെ സെറ്റിൻ്റെ പുറത്ത് നിന്ന് ഷൂട്ടിംഗ് കാണാനുള്ള അവസരം ഉണ്ടായി. അവിടെ നിന്ന് ഇവിടെ നിൽക്കുമ്പോൾ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൽ പറയാൻ വലിയ അനുഗ്രഹം വേറെ ഇല്ല. ഇത്രയും വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റണത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കിട്ടിയിടിയൊക്കെ ഇടിച്ചിട്ടുണ്ട്, പറ്റാവുന്നത്ര ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെ പോലെയും ഞാനും ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം ഇവരുടെ പോലെ തന്നെ ഞാനും ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ എല്ലാവരെ പോലെയും സന്തോഷിക്കുന്നു. താങ്ക് യു ഷായ് സാർ, പ്രൊഡ്യൂസർ സാഞ്ചേട്ടനായിട്ടൊക്കെ ഒരു 10-30 വർഷമായിട്ടുള്ള ബന്ധമാണ്. തുടങ്ങിയ കാലം മുതൽ, അന്ന് മുതൽ കരുതലോടുകൂടി നമ്മളെ നോക്കിയതിന് നന്ദി. അപ്പോൾ എല്ലാവരോടും വരവ് ഒരു വരവായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ട്രീറ്റായിരിക്കും. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് പ്രത്യേകത എന്ന് പറയുന്നത് ഷാജി കൈലാസ് എന്ന സാറിൻ്റെ പടത്തിൽ ചെയ്തത് തന്നെയാണ് ഏറ്റവും വലുത്. അപ്പോൾ ഈ പടം ഞങ്ങളെല്ലാവരും ആത്മാർത്ഥത കൂടിയാണ് എല്ലാവരും ചെയ്തത്. ദൈവാനുഗ്രഹം കൊണ്ട് പടം വിജയിക്കാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. നല്ലൊരു കിൻഡൽ ഇടി തന്നെ ആയിരിക്കും ജോജോണൻ്റെ. താങ്ക് യു സോ മച്ച്. ലില്ലി മലരേ എന്തിനകമേ ഒന്നു പിടയേ കണ്ണു നനയേ നെഞ്ചു മുറിയേ വിങ്ങലറിയേ ജന്മവഴികൾ മിന്നിമറയേ. ഓ ദൂരെ പള്ളിമണിയുടെ നാദം മെല്ലെ മുഴങ്ങണ നേരം വന്നു തൊടുന്നൊരു കാറ്റായി കാലം. അങ്ങനെ പോകുന്ന ഒരു പാട്ടാണ്. ഇതിൻ്റെ ഒരു സുഖം
അതിൻ്റെ വരികളും കൂടാണ്. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. വണ്ണമൊന്നും തൻ്റെ ഈ ആക്ഷനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ ഇത്രയും ഫ്ലെക്സിബിളായിട്ട് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തൊരു നടൻ ഇന്നിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടോ എന്നൊരു സംശയമാണ്. അപ്പോൾ അത്ര മികച്ച രീതിയിലാണ് അദ്ദേഹം തൻ്റെ ആക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. ആ ആക്ഷനെ മലയാളത്തിൻ്റെ ആക്ഷൻ രംഗങ്ങളിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഷാജി സാർ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കുന്നതിലപ്പുറമായ ഒരു സിനിമയായി വരവ് മാറും. ജോജ് ചേട്ടൻ്റെയും ഷാജി സാറിൻ്റെയും ഒരു മികച്ച വരവ് തന്നെയായി ഈ സിനിമ മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സിനിമയിലും വർക്ക് ചെയ്ത മറ്റ് 2 നടന്മാർ ബാലാജി ചേട്ടനും അസീസും ഒക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാവർക്കും 1000 ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ നേരുകയാണ്. നന്ദി, നമസ്കാരം, താങ്ക് യു. ഞങ്ങൾ ഒരു ഗുരുവിൻ്റെ കൂടെ സിനിമ ചെയ്ത് അങ്ങനെ ഒരേ വീട്ടിൽ താമസിച്ച് അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഷാജി എന്നോട് പറഞ്ഞു, എടാ നമ്മൾ ഞാൻ ഡയറക്റ്റ് ചെയ്യണം, ആദ്യം ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നീ ആയിരിക്കും എൻ്റെ അസോസിയേറ്റ്, നീ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അസോസിയേറ്റായിട്ട് വരും. ഞങ്ങളോട് വെച്ച് വാക്ക് പറഞ്ഞു. ഞാൻ ഷാജി ആദ്യമായിട്ട് ന്യൂസ് ചെയ്യാൻ പോകുന്നു. ഞാനന്ന് സെബി മലയിൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്ന് പറഞ്ഞു നമ്മുടെ വാക്ക് പാലിക്കണം. അന്ന് മുതൽ ഷാജിയുടെ ന്യൂസ്, 2ാമത്തെ പടം സൺഡേ 7 PM, 3ാമത്തെ പടം ഡോക്ടർ പശുപതി, ഈ 3 പടങ്ങൾക്കും ഞങ്ങൾ അസോസിയേറ്റായി നിന്നു. അസോസിയേറ്റ് എന്നല്ല, അങ്ങനെ ഒരു സഹോദര ബന്ധം വർഷങ്ങൾക്കിപ്പുറവും സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ഷാജിയെക്കുറിച്ച് പറയാനുള്ളത്, വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 38 വർഷമെന്ന് വിചാരിക്കും, ഞാൻ മദ്രാസിയിൽ ചെന്ന് കാണുന്ന ഷാജി കൈലാസാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്ന ഷാജി കൈലാസ്. സിനിമയുടെ പകിട്ട് കണ്ടിട്ട് സ്വഭാവം മാറിയിട്ടില്ല. ആ എളിമയും ആ സ്നേഹവും ആ വിശ്വാസവും അതേപോലെ കാത്തുസൂക്ഷിക്കുന്ന ഷാജി കൈലാസിനെ എനിക്ക് മരണം വരെ മറക്കാൻ കഴിയില്ല. എൻ്റെ അവസാന ശ്വാസം വരെ എൻ്റെ സുഹൃത്തായിരിക്കും, എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പണിയറിയുന്ന വൃത്തിക്ക് പണിയറിയുന്ന ആൾക്കാരെ കുറിച്ച് നമ്മളോടൊന്നും അഭിപ്രായം ചോദിക്കാതിരിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അല്ല, ജോഷേട്ടൻ എന്താണ് പഠിക്കാൻ പറ്റിയത് ഷാജി കൈലാസ് സാറിന്? സിലബസ് ടഫായതുകൊണ്ട് ഞാൻ പഠിക്കാൻ കുറച്ച് മോശമാണ്. അതുകൊണ്ട് ഇതെല്ലാം വലിയ സിലബസുകളാണ്. അപ്പോൾ നമ്മൾ ചെറിയ 10ാം ക്ലാസ് PDC ആ ടീമാണ്. ജോജു എന്നൊരു ആർട്ടിസ്റ്റിനെ കാട്ടി അതിൽ ഭയങ്കര ഒരു എനർജി തരുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ആ വരവ് വരുമ്പോഴേ ഇങ്ങനെ അറിയാം, ഇങ്ങനെ വരും. അപ്പോഴേ നമ്മുടെ ആ എനർജി കൊണ്ടാണ് വരുന്നത് സെറ്റിൽ. അത് ഒരു പ്രശ്നമില്ലാതെ മനോഹരമായിട്ട് സാർ ഇത് മതിയോ, ഇങ്ങനത്തെ മൂഡ് മതിയോ, ഇങ്ങനെ ചോദിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ പുള്ളി എല്ലാ സിനിമകളെയും കണ്ട് കാണുക. സിനിമ എന്നൊരു ഭയങ്കര പാഷനായിട്ടുള്ള, സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഭയങ്കര പാഷനായിട്ടുള്ള ഒരു ലൈഫാണ് പുള്ളിയുടെ. വേറെ ഒന്നിനെ കുറ്റി പുള്ളി ഇതില്ല. ഒൺലി സിനിമ ആൻഡ് കാർ. പണ്ടൊക്കെ ജോജു ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അതെനിക്ക് പരാതിയുള്ളൂ, സിനിമ. വേറെ വഴിയില്ല ചേട്ടാ. അപ്പോൾ അധ്വാനിക്കുന്ന ഒരു നടനാണ്. അഭിനയത്തിൻ്റെ ഇപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്ന ഒരാൾ എഴുതുമ്പോൾ ഒരുപക്ഷെ ഒരു എഴുത്തുകാരനെ ഏറ്റവും കൂടുതൽ ഒരു നായകൻ ശല്യപ്പെടുത്തുന്ന ആ കാര്യത്തിലായിരിക്കും. ഒരു സീൻ വായിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള അഭിനയിക്കാനുള്ള മുഹൂർത്തത്തെക്കുറിച്ച് ആ മനുഷ്യന് ഇപ്പോഴും ഭയങ്കര ആർത്തിയാണ്. അപ്പോൾ എഴുത്തുകാരനെ സംബന്ധിച്ച് അത് വലിയൊരു പ്രശ്നമാണ്. പക്ഷേ ജോജുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു നടൻ അഭിനയിക്കുന്ന ആ കഥാപാത്രത്തിനായി വലുതാവുന്ന കാണുമ്പോഴുള്ള ഒരു സന്തോഷം. ഞാൻ ജോജുവിൻ്റെ ചെറുപ്പകാലം മുതൽ കണ്ടിട്ടുള്ള ഒരാളാണ്. ആ വളർച്ച കൂടെ നിന്ന് നടന്ന് കാണുന്ന ഒരാളാണ്. ഇനിയും വളരട്ടെ, കൂടെ നിൽക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാജി ചേട്ടാ. ചെറുപ്പം മുതൽ സാറിൻ്റെ, ചെറുപ്പമെന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് പ്രായമായതിന് ശേഷമുള്ള സാറിൻ്റെ ആദ്യകാല പടങ്ങൾ മുതൽ ഞാൻ കാണുന്നതാണ് എല്ലാ സിനിമകളും. ഒപ്പം അതേപോലെ ഇപ്പോൾ ജോർജ് സാർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പറയുകയാണ്, ഉറപ്പിച്ച് പറയുകയാണ്, ജോർജ് സാറിൻ്റെ പടവും അതിനു മുൻപ് സേതുമാധവ മാഷയുടെ പടങ്ങളായിരുന്നു കൂടുതലും കണ്ടിരുന്നത്. ഒപ്പം ആ സ്ഥാനത്തേക്ക് പിന്നെ ജോർജ് സാറ്, ഷാജി സാറ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പടമാണ് സിനിമകളാണ് കൂടുതൽ എന്നെ
എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ വരവ് സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ ആദ്യം എന്നെ വിളിക്കുമ്പോൾ അദ്ദേഹം നേരത്തെ എന്നെ ഇനി അടുത്തൊരു സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് വിളിക്കണം എന്ന് അദ്ദേഹം എൻ്റെ ഏതോ ഒരു സിനിമ കണ്ടിട്ട് തീരുമാനിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. സാനിയുടെ ഇപ്പോഴത്തെ ഒരു ഫിസിക്ക് കൊണ്ട് ഡെഫിനറ്റ്ലി യു ക്യാൻ മേക്ക് ഫോർ എ വെരി വെരി ഗുഡ് ആക്ഷൻ ഹീറോയിൻ. അത് മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ സോങ്ങിൻ്റെ വിഷ്വൽസ് ഒക്കെ കണ്ടപ്പം വളരെ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് ആണ്, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസസ്. അപ്പം ഷൂട്ടിംഗ് ഡേയ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഓർമ്മകൾ എന്താണ്? ഷൂട്ടിംഗ് ഡേയ്സ് നമ്മളുടെ കൂടുതലും മൂന്നാറിലൊക്കെ ആയിരുന്നു. മൂന്നാർ പിന്നെ പാല ആ സൈഡിലായിരുന്നു ഷൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യ സിനിമ ക്വീൻ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോകുന്നത് ഈ ഒരു സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ടായിരുന്നു. ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സീൻസ് ഉള്ളത് അർജുൻ അശോകനായിട്ടാണ്. സോ ഹൗ വാസ് ദി ഹോൾ എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് അർജുൻ അശോകൻ? ഉണ്ടായിരുന്നു. അർജുൻ ചേട്ടനോട് നിക്കിത ചേച്ചി, വാവ എല്ലാവരും ഉണ്ടായിരുന്നു. വാവ അത്യാവശ്യം നല്ല കുറുമ്പിയാണ്. അപ്പോൾ സെറ്റിൽ ഫുൾ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. യെസ്. ആൻഡ് അങ്ങനെ അർജുൻ ചേട്ടനോട് വർക്ക് ചെയ്യണ മുമ്പ് അങ്ങനെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നവരല്ലോ. ബിക്കോസ് ഇതിനു മുമ്പ് അമ്മയുടെ പരിപാടിക്കൊക്കെ നമ്മൾ കുറേ വർഷങ്ങൾ തൊട്ടേ ഒരുമിച്ച് ടൈം സ്പെൻഡ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോജു ചേട്ടനെ, അതെ അർജുൻ ചേട്ടനെ. അപ്പോൾ എന്നെക്കാട്ടും കൂടുതൽ എൻ്റെ അമ്മയ്ക്കായിരുന്നു ഭയങ്കര സന്തോഷം ഈ സിനിമ കിട്ടിയപ്പോൾ. ഷാജി കൈലാസ് സാറിൻ്റെ കൂടെയുള്ള രണ്ടാമത്തെ സിനിമയാണ്. പല ആക്ടേഴ്സിൻ്റെ ഭാഗ്യമാണ്, പ്രാർത്ഥനയാണ്, ആഗ്രഹമാണ് ഒരു സിനിമയെങ്കിലും കിട്ടണമെന്ന്. ഇവിടെ രണ്ടാമത്തെ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പം എന്താണ് പറയാനായിട്ടുള്ളത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാജി സാറിന്. ഞാൻ ഒരു വിളി അപ്പം തന്നെ ഓടി വന്ന് നേരെ ചെയ്യുക. ഇടയിൽ ചെറിയ പ്രശ്നമുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് ഷാജി സാറായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ അല്ലെങ്കിൽ ആ രീതിയിലല്ല, ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇപ്പോൾ ഏത് റോൾ വന്നാലും ഞാൻ ഏറ്റെടുക്കും. പക്ഷേ അടുത്ത പടത്തിൽ എനിക്കൊരു ഫൈറ്റ് സീൻ വേണം, അത് മാത്രമുള്ള ആഗ്രഹം. പിന്നെ എനിക്കുള്ള നമ്മുടെ സ്വന്തം ആൾക്കാരെല്ലാവരും, ദീപകേട്ടൻ, അസീസ് ക, പിന്നെ ബോബി ചേട്ടൻ, പിന്നെ ജോജു ഏട്ടൻ മെയിൻലി, പിന്നെ സാനിയായിട്ട് എനിക്ക് ലൈക്ക് ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ട് വർക്ക് ചെയ്യണം. പക്ഷെ അതല്ലാണ്ട് തന്നെ ഭയങ്കര നല്ലൊരു അടിപൊളി കമ്പനിയാണ്. അപ്പോൾ എനിക്ക് ഞാൻ മറക്കാത്ത കാര്യം എന്താ വെച്ചാൽ എൻ്റെ കല്യാണത്തിന് എനിക്ക് ഷർട്ടൊക്കെ ഗിഫ്റ്റൊക്കെ തന്ന ഒരു വ്യക്തിയാണ്. അത് വേറെ ആരും തന്നിട്ടില്ല ആ സമയത്ത്. അപ്പോൾ വളരെ സന്തോഷം. ഇത് ഒരു വരവാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇതെന്താ എല്ലാവരും ഇത് ഇങ്ങനെ ഉണങ്ങിയിരിക്കണേ? കൊച്ചിക്കാരുടെ ഇത് കളയാൻ ഒരു കയ്യടിയൊക്കെ താ പ്ലീസ്. ഇത്രയും വന്നല്ലേ, നമ്മൾ ഇത്രയും ഒരു പവറായിട്ട് നിൽക്കുമ്പോൾ പ്ലീസ് നാലും ഒച്ചമാര് ഹായ് അങ്ങനെ ഒച്ചണ്ടാ കുറച്ച്. അപ്പോൾ താങ്ക് യു. എന്തായാലും വളരെയധികം സന്തോഷം വരാൻ പറ്റിയാലും. പിന്നെ ഇത് ഞാൻ തേരാപ്പാര നടക്കുന്ന സ്ഥലമൊക്കെ ആണ്, അതുകൊണ്ട് എനിക്കങ്ങനെ ഗസ്റ്റായിട്ടൊന്നും നിൽക്കുന്ന ഒരു ഫീല് കിട്ടൂല. അപ്പോൾ മാക്സിമം ഇങ്ങനെ വന്നു, സംസാരിച്ചു, പോയി, അത്രേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു അർജുൻ. അപ്പോൾ ഞങ്ങൾ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉള്ളത് ജോജു ചേട്ടനും സുകന്യ മാമുമായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ? ആക്ച്വലി സാനിയായിട്ടാണ്. അപ്പോൾ അവരുടെ കൂടെ അഭിനയിച്ച അനുഭവം അയ്യോ, എങ്ങനെയുണ്ടായിരുന്നു? ജോജു ചേട്ടനായിട്ട് എനിക്ക് ആക്ച്വലി ജൂൺ തൊട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അത് പറയാൻ നിന്നാൽ കുറേ ഉണ്ട്, ഞാൻ പിന്നെ പറയാം. ആക്ച്വലി കുറേ വലിയൊരു ബന്ധമാണ്. സുകന്യ മാമായിട്ട് എനിക്ക് ആക്ച്വലി അച്ഛൻ അമ്മായിമ്മ എന്നൊരു പടത്തിൽ അഭിനയിച്ചപ്പോൾ സുകന്യ മാമിനെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നു. പിന്നെ അതേപോലെ വിൻസി ഉണ്ട് ഈ പടത്തിൽ. അങ്ങനെ എല്ലാം അടിപൊളിയായിരുന്നു, കലക്കൻ. എൻജോയ് ചെയ്തു ഈ പടം ഷൂട്ട് ചെയ്തപ്പോൾ. സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാജി കൈലാസ് പടത്തിൽ അഭിനയിച്ചു എന്നുള്ളതാണ്. അതും ഫസ്റ്റ് ഡേ ഷൂട്ടിൻ്റെ സമയത്ത് ഒരു സിഗരറ്റ് സ്ലോ മോഷനിൽ വലിക്കുന്നൊരു ഷോട്ട് ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. സ്ലോ മോഷനിൽ വലിക്കുമ്പോഴൊരു സുഖം ഉണ്ടല്ലോ, അതിനൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം പണ്ട് നരസിംഹമൊക്കെ ഇറങ്ങിയിട്ട് അച്ഛൻ്റെ കാലിൽ 3 4 നഖം വെട്ടിത്തരാന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗൊക്കെ, ആ ഫുൾ ഡയലോഗ് എനിക്ക് അറിയായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സിനിമയിൽ പഠിച്ച ഡയലോഗുകൾ എനിക്ക് കുറേയൊക്കെ സിനിമയിൽ എത്തിയപ്പോൾ കുറേയൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷം. വരവ് കഴിഞ്ഞ പിന്നെ ഭയങ്കര ചിലവാണ്. അപ്പോൾ ഞാൻ കുറേ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് വിളിച്ച് ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ജോഷ് സാറേയും വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ജോഷ് സാർ പരിഗണിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ചിലവാണ് വരവ് കഴിഞ്ഞ പിന്നെ. അപ്പോൾ വീണ്ടും വരവിനായി വെയിറ്റ് ചെയ്യുന്നു. വരവ് എന്തായാലും തിയേറ്ററിൽ ഭയങ്കര ഹിറ്റാവട്ടെ. എന്നാലേ എനിക്കും വരവ് വരുള്ളൂ. വരൂല്ലേ? വരും. ഞാൻ ഷാജി സാറിൻ്റെയൊക്കെ
ഒരു എന്താ പറയുക ഒരു ഫ്രെയിമിൽ വരാൻ കൊതിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോങ്ങിലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓക്കെ സോങ് എനിക്ക് അത്രയും ഞാൻ ഷായ് സാറിനെ ഫസ്റ്റ് കണ്ടപ്പോൾ സാറിൻ്റെ ഒരു ഫ്രെയിമിൽ ഒരു ക്ലോസ് കിട്ടാന്ന് പറഞ്ഞാൽ അത് ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ അത് വലിയൊരു ഭാഗ്യമാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ ജോഷ് സാറിൻ്റെയൊക്കെ സിനിമകൾ എൻ്റെ അമ്മക്ക് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ജോഷ് സാറിനെ കണ്ട് ഞാൻ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടുണ്ട്. സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. പിന്നെ സോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും സോങ് അല്ലേ, നമ്മൾ പണ്ടൊക്കെ പാട്ടുകൾ ഹിറ്റായാൽ സിനിമ ഹിറ്റായി എന്നാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് കാണുന്നത് പാട്ടുകളാണ്. പ്രത്യേകിച്ച് എനിക്കൊക്കെ ഞാനൊരു ഡാൻസറായതുകൊണ്ട് സാനിയ പോയെന്നല്ല, സാനിയൊക്കെ ഭയങ്കര ഡാൻസറാണ്. അപ്പം നമുക്കൊക്കെ സ്റ്റേജിൽ ഡാൻസ് ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ പറഞ്ഞതാണ് ഇനി കുറേ നാളത്തേക്ക് എനിക്ക് ഡാൻസ് ചെയ്യാനായിട്ടൊരു പാട്ട് കിട്ടിയെന്ന്. അപ്പം ഒരുപാട് സന്തോഷം ഇത്രയും നല്ലൊരു പാട്ടിൽ അതിൽ എനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചാൽ. ജോമിച്ചേട്ടാ, ഷായ് സാർ ആൻഡ് ക്യാമറ സാർ, എന്ത് രസമാണ് കാണാൻ, ഫ്രെയിംസ് ഒരു രക്ഷയില്ല. ഇതൊരു കളർഫുള്ളാണ്. കുറേ നാളുകൾക്ക് ശേഷം തോന്നി ഇങ്ങനെ ഒരു സോങ്. ഞാൻ ഷാജിയേട്ടനായിട്ടുള്ള അടുപ്പം എന്ന് പറയുന്നത് നരസിംഹം എന്ന് പറഞ്ഞ സിനിമ എൻ്റെ വീട്ടിൽ, അതായത് എനിക്കൊരു അഡ്രസ്സും കൂടെ ഉണ്ട്. സൗണ്ട് ഡിസൈനർ എന്ന് പറയുമ്പം അത് വന്നത് ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറയാതിരിക്കാൻ പറ്റത്തില്ല, MG രാധാകൃഷ്ണൻ. എൻ്റെ അച്ഛൻ്റെ പേരൂടെ പറയുമ്പം ഈ ഇരിക്കുന്ന ആരാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. MG ശ്രീകുമാർ, എൻ്റെ ചിറ്റപ്പൻ. സോ ആ ഒരു അഡ്രസ്സും കൂടെ ഉണ്ട്. അപ്പോൾ നരസിംഹം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവുമ്പോൾ എൻ്റെ അച്ഛൻ സംഗീതം ചെയ്ത് ചിറ്റപ്പൻ പാട്ട് പാടുന്നു. അതിനകത്ത് ധ്യാനം ധേയം നരസിംഹം എന്നുള്ളതിൻ്റെ കോറസ് പാടുന്നത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും അച്ഛൻ്റെ കുറേ ശിഷ്യന്മാരും ചിറ്റപ്പനും ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നിട്ടാണ് ആ കോറസ് പാടാനൊരു അവസരം കിട്ടിയത്. അങ്ങനെ ഒരു കോറസ് പാടി അന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഷാജിയേട്ടനെ പോലെ ഇത്രയും വലിയൊരു ഡയറക്ടറിൻ്റെ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്ന്. 4 സിനിമ 5 സിനിമയായി ഞാൻ ഷാജിയേട്ടനോട് വർക്ക് ചെയ്യുന്നു. അത് എങ്ങനെ എനിക്ക് ആ ഇമോഷൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ എം ഇമോഷണലി വെരി മച്ച് അട്രാക്ട് ടു ദിസ് സ്റ്റേജ്. എൻ്റെ അച്ഛൻ്റെ പാട്ട് ഇവിടെ ചിറ്റപ്പം പാടുകയും ചെയ്ത് ചിറ്റപ്പം നിന്ന് പാടുന്നത് കേൾക്കാനായിട്ട് ലൈവായിട്ടൊരു അവസരവും കൂടെ കിട്ടി. ആൻഡ് താങ്ക് യു സോ മച്ച്. അത്രേ പറയാനുള്ളൂ. കാരണം വെച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ ഈ സ്ക്രീനിൻ്റെ പുറകെ വർക്ക് ചെയ്യുന്നവർ ഫ്രണ്ടിൽ വരാറില്ല. അപ്പോൾ വളരെ റെയറായിട്ട് സംഭവിക്കാറുള്ളൂ. അപ്പോൾ ഇതൊരു വലിയൊരു മൊമെൻ്റായിട്ട് ഞാൻ ട്രഷർ ചെയ്യുന്നു. ഇവൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയണമല്ലോ. എനിക്ക് ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടുമ്പോൾ ഞാൻ മേടയിൽ വീട്ടിൽ ഞങ്ങളുടെ കൂട്ടുകുടുംബമായിരുന്നു. അന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ 7 മണിക്ക് വന്ന് പറഞ്ഞു. അന്ന് മൊബൈലൊന്നുമില്ല. രാജ് ഇവൻ വന്ന് പറഞ്ഞു, ചിറ്റപ്പന് നാഷണൽ അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 2 നാഷണൽ അവാർഡ് കിട്ടി. പക്ഷേ ഇവന് 7 നാഷണൽ അവാർഡ് കിട്ടി. ചിറ്റപ്പം അത്രയില്ല. ഇല്ലേ? എത്ര ഉണ്ട്? 3 കിട്ടി. പോട്ടെ, സാരമില്ല. അതായത് ഇനിയിപ്പോൾ കിട്ടാൻ പോവാണ്. കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ട് എഞ്ചിനീയർ ഇൻ ഇന്ത്യ. അയ്യോ, ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്, ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല, വർക്ക് ചെയ്യുന്നത് മലയാളം, തമിഴ്, ഹിന്ദി, തെലുഗു, കന്നഡ, ഇത്രയും ഭാഷകളിൽ വർക്ക് ചെയ്യുന്നതാണ്. ഐ എം വെരി പ്രൗഡ് ഓഫ് യു. വെരി പ്രൗഡ്. താങ്ക് യു.